ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ഓണസദ്യകളിലും സദ്യകളിലുമെല്ലാം കോമൺ ആയിട്ടും വളരെ ട്രഡീഷണലും ആയിട്ടുള്ള ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് കൊത്തി അരിയുക, അല്ലെങ്കിൽ താഴത്ത് ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഗ്ലാസ് വെച്ചിട്ട് ചതച്ചാലും അരിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും എളുപ്പമാർഗ്ഗം ഈ ചോപ്പറിലൊന്ന് കറക്കി എടുക്കണതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചോപ്പറിൽ കറക്കി എടുത്തിട്ടാണ് ഇഞ്ചി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇഞ്ചി എത്ര ചെറുതായിട്ട് അരിയുന്നോ അത്രയും സ്വാദായിരിക്കും നമ്മളുടെ കറിക്ക്. അപ്പോൾ ഞാനിത് ഈ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ മുരിയിച്ചെടുക്കണം, നല്ലപോലെ മൂത്ത് കിട്ടണം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇഞ്ചി അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്ത് മുരിക്കണം. ഇതങ്ങ് കണ്ടിന്യൂസ്ലി ഇളക്കണ്ട. പിന്നെ ഞാനൊരു നാരങ്ങ വട്ടത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞെരടി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ചൂടുവെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് വെച്ചിട്ട് ഞെരടി പിഴിഞ്ഞ ആ ഒരു തിക്നെസ്സിൽ ആ പൾപ്പ് നമുക്ക് വേണം. ഇപ്പോൾ ഇതാ നമ്മളുടെ ഇഞ്ചി മൂത്ത് വരണുണ്ട്. ഇത് എപ്പോഴും ഇളക്കേണ്ടെന്ന് കരുതി ഇത് ഇട്ടേച്ചങ്ങ് പോവരുത്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇഞ്ചി ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി വരണുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് നമ്മൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിക്കറിയിൽ കൂടുതലും നിൽക്കുന്ന എരിവെന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയാണ്. ഞാൻ മുളക് പൊടി ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി മൂത്ത് ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കാം. എനിക്കെന്തോ ഇഷ്ടമല്ല മുളക് പൊടി ചേർക്കണത്. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇഞ്ചിയുടെ ഒപ്പം വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ അത്ര നന്നായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇഞ്ചി നല്ലൊരു ബ്രൗൺ ആകുന്നവരെ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി നല്ലതുപോലെ കുറയും കേട്ടോ മൂത്ത് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എത്ര വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അനുസരിച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 50 ഗ്രാമോളം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ മാറ്റാണ്, ഇഞ്ചി ഈ മൂപ്പിച്ച വെളിച്ചെണ്ണ ബാക്കിയുള്ളത്. ഇത് തന്നെ മതി നമുക്ക് കടുക് വറുക്കാൻ. ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കറിക്ക് വലിയ ടേസ്റ്റ് ഇല്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഈ ശർക്കരയിൽ ഒട്ടും തന്നെ മണ്ണില്ലാത്ത ഓർഗാനിക് ശർക്കരയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഉരുക്കി വരാനായിട്ട്. നിങ്ങളെടുക്കുന്ന ശർക്കരയ്ക്ക് മണ്ണുണ്ടെങ്കിൽ ഒരിക്കലും ശർക്കര ഇങ്ങനെ ചേർത്ത് കൊടുക്കരുത്. ഉരുക്കി ശർക്കരപ്പാനി അരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൽ മണ്ണില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ കറികളുടെ ഒന്നും ടേസ്റ്റ് ഗുണമൊന്നും നശിപ്പിക്കേണ്ട കാര്യമില്ല. അതിലേക്ക് ഇതുപോലെയുള്ള ചെറിയ മടി വിചാരിച്ചിട്ട് ശർക്കരപ്പാനി ആക്കി അരിച്ച് തന്നെ ഒഴിക്കുക. കാരണം പൊതുവേ ശർക്കരയിൽ ഒരുപാട് മണ്ണുണ്ട്. ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ബ്രാൻഡാണ്. മണ്ണില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ശർക്കര നല്ലതുപോലെ ഉരുകി വരാനായിട്ട്. ഞാൻ നേരത്തെ ഒരു ഉലുവ ഉണ്ട ചെയ്തപ്പോഴും ശർക്കര ഇങ്ങനെ ഡയറക്റ്റാണ് ഇട്ട് കൊടുത്തത്. അപ്പോഴും ഒരുപാട് പേര് ചോദിച്ചു ശർക്കരയിൽ മണ്ണുണ്ടാവില്ലെന്ന്. ഈ ശർക്കരയിൽ മണ്ണില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ശർക്കര നല്ലപോലെ ഒന്ന് ഉരുകി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യമേ എടുത്ത് മാറ്റി വെച്ചിരുന്ന വാളംപുളി നല്ലതുപോലെ പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ വാളംപുളി ഞാൻ ഡയറക്റ്റ് ചേർക്കണത് എൻ്റെ വീട്ടിലുണ്ടായ പുളിയാണ്. അപ്പോൾ മണ്ണിൽ പെടാതെ നമ്മൾ പറിച്ച് ഉണക്കിയതാണ്. അപ്പോൾ അതിലും മണ്ണില്ലെന്ന് എനിക്കറിയാം. സാധാരണ പുളിയാണെങ്കിൽ ഒരുപാട് മണ്ണുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അരിച്ച് തന്നെ ഒഴിക്കാം കേട്ടോ വാളംപുളി പിഴിഞ്ഞതും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ ഇതുവരെ കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പുളിയിഞ്ചിയിൽ ഒരുപാട് അങ്ങ് ഉപ്പുണ്ടാവത്തില്ല. ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പേ ഉണ്ടാവുള്ളൂ. മെയിനായിട്ടും ഇതിൽ ആ ഒരു പുളിയുടെയും പിന്നെ ആ ഒരു ഇഞ്ചിയുടെ എരിവും എല്ലാം കൂടിയാണ് നിൽക്കുന്നത്. പിന്നെ ശർക്കരയുടെ മധുരവും. അപ്പോൾ ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ് പുളിയിഞ്ചി. പിന്നെ ഇത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. പുളിയിഞ്ചി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്, വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു രീതിയാണ്. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് ഒരു ഇഞ്ചിക്കറി ഇട്ടിട്ടുണ്ട്, അതിന് ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. വറുത്തരച്ച ഇഞ്ചിക്കറി അത് അത്ര കോമൺ അല്ലെന്നല്ല, വളരെ റെയറാണ്. ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടേ ഇല്ല അങ്ങനെ കറി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടി കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഇഞ്ചിക്കറി നല്ലതുപോലെ തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇതൊരു തൊടുകറിയാണ്, ഒരുപാട് അങ്ങ് ചാറായിട്ടല്ല ഇരിക്കുന്നതെന്ന് അറിയാലോ. പക്ഷേ ഇത് ശർക്കര ചേർത്തുകൊണ്ട് ഒന്നും കൂടി കുറുകും ചൂടാറി കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ കട്ടിയാക്കി എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് ഞാൻ കടുക് വറുക്കാണ്. കടുക് വറുക്കാനായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക. അതിലേക്ക് കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ
നമ്മൾ ഇതിലേക്ക് ഈ കടുക് വറക്കണ കൂട്ടത്തിൽ ഒരു പച്ചമുളക് അരിഞ്ഞു കൊടുത്താൽ അതിൻ്റെ ആ ഒരു പച്ച കളറും കിട്ടും നമ്മൾക്ക്, അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും ആ പച്ചമുളകിൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഇഞ്ചിക്കറിയിലേക്ക് നേരത്തെ പറഞ്ഞില്ലേ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് അവസാനമാണ്. ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇഞ്ചിക്കറിയിലേക്ക് ഇടും. അങ്ങനെ ഇടുകയാണെങ്കിൽ കറിക്ക് കുറച്ചും കൂടി നല്ലൊരു ബ്ലാക്കിഷ് കളർ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് എടുത്ത് താളിച്ചാൽ മതി. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയായിരിക്കും. പിന്നെ ഞാൻ ഓർത്തു ഈ റീസെൻ്റ് ആയിട്ടൊക്കെ കല്യാണം കഴിച്ച് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്കൊന്നും അറിയില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഓണസദ്യ എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇഞ്ചിക്കറി, അതുമാതിരി പച്ചടി, കിച്ചടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. എന്നിട്ട് ഓണസദ്യ എല്ലാം തയ്യാറാക്കുമ്പോൾ ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാനിത് താളിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇത് തൊടുകറി ആയതുകൊണ്ട് അധികം ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വറ്റൽമുളക് ഭയങ്കര വലിയ സൈസാണ്, അപ്പോൾ ഇതെടുത്ത് മാറ്റി. ഇത് പിരിയൻ മുളക് ആയതുകൊണ്ടാണ് ഇത്ര വലുതായിട്ട് വീർത്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആയിരിക്കട്ടെ. ദുരിതങ്ങളെല്ലാം മാറി നല്ല സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം ഒരു ഓണം ആകട്ടെ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണം വിഷസ്. താങ്ക് യു.